ആ ഞാൻ നോക്കുന്നുണ്ട്. ഐ ആം ട്രൈയിങ് മൈ ലെവൽ ബെസ്റ്റ്. നീ വിചാരിക്കും പോലെ എല്ലാ കാര്യങ്ങൾ നിയമങ്ങളൊക്കെ അവർക്ക് ഫേവറബിളാണ്. ആ ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഐ ടോക്ക് ടു യു ലേറ്റർ. ഓക്കെ, ടേക്ക് കെയർ. ആരാപ്പാ? മമ്മിയാ. മമ്മി ഇപ്പോഴും നീ തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയില്ല. എന്നോട് പറയുന്നത് നിന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുപോകണമെന്ന്. എന്തുവാ പപ്പാ? ശരിക്കും മമ്മിക്ക് എന്നെ കാണാൻ വേണ്ടിട്ട് തന്നെയാണോ അതോ സൊസൈറ്റിയുടെ മുമ്പിൽ നാണം കെടുന്ന് വിചാരിച്ചിട്ടാണോ തിരിച്ചു? എന്താ മോളെ, മമ്മിക്ക് മോളോട് സ്നേഹമാണ്. ഒരു കാര്യം അറിയോ, മോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം മമ്മി ജലപാനം നടത്തിയിട്ടില്ല. ഇത്രയും ദിവസം വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ മമ്മി ഇരിക്കാനോ? അതാണ് അത്ഭുതം കേട്ടോ. അല്ല ഓക്കെ അത് വിട്. അല്ല, ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്നാൽ എൻ്റെ കൂടെ വന്നതിന്? ഇവിടെ ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ഞാനിനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും എന്നുള്ളത് മോള് പറഞ്ഞാ? അതൊക്കെ പറഞ്ഞു. പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പപ്പയ്ക്ക് വീട്ടിനകത്ത് കയറിയിരുന്ന് എന്നോട് സംസാരിക്കാൻ അവർ പറഞ്ഞത്. അത് വേണ്ട മോളെ, അത് ശരിയാവില്ല. പപ്പയ്ക്ക് ഒരു ലെവലിന്റെ താഴെ തരം താഴാൻ വയ്യ. പപ്പേ, ഈ തരം താഴാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ ഞാൻ താമസിക്കുന്നത് ഓർക്കണം. ഓക്കെ മോളത് വിട്. പപ്പയ്ക്ക് 1-2 കാര്യങ്ങളുണ്ട്, ഞാൻ പോയിട്ട് വരാം. അല്ല, ഞാൻ ഇവിടെ ഒരു സ്ഥലം വാങ്ങിച്ച് ഗസ്റ്റ് ഹൗസ് വെച്ചാലോ? എന്തിനാ പപ്പ? അല്ല, മോളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണാലോ. ദേ ആ കാണുന്ന വീടും സ്ഥലവും കൊടുക്കാനുള്ളതാണ്. എനിക്കറിയാനൊന്നും പാടില്ല. ഏതായാലും മോള് പോ, അപ്പൊ പിന്നെ കാണാം. ശരി. നമസ്കാരം. യെസ്, what do you want? ഞാൻ ബാസി, ഇവിടുത്തെ ഒരു നാട്ടുകാരനാണ്. That's none of my business. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇപ്പം അതോട് പോയത് മോളാണല്ലേ സാറിൻ്റെ? അതെ, ഷീസ് മൈ ഡോട്ടർ. എൻ്റെ മോളാന്ന്. എന്തായാലും സന്തോഷമായി. എല്ലാവരും ഒരുമിച്ചല്ല, വേറെ ഒന്നുകൊണ്ട് പറയല്ല കേട്ടാ. സാറിൻ്റെ മോള് നല്ല കുട്ടിയാണ്. അതാവുമല്ലോ, എൻ്റെ അല്ലേ മോള്. ഞാൻ ഈ കുടുംബമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ്. നിങ്ങളൊരു റിലേറ്റീവാണ്? ഇല്ല, പിന്നെ രക്തബന്ധമൊന്നുമില്ല, പക്ഷേ ആത്മബന്ധമുണ്ട്. എന്തായാലും സാറിൻ്റെ മോൾ ഇവിടെ സേഫാണ്. സേഫ് ആവുമല്ലോ, അല്ലെങ്കിൽ ഞാൻ സേഫ് ആക്കും. അല്ല, അത് വേണം. പിന്നെ ഞാൻ വേറെ ഒന്നുകൊണ്ട് പറയല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ഇത്ര നല്ല കൂട്ടങ്ങളാണ്. ഈ പയ്യൻ്റെ അച്ചായി ബാലു, അതൊന്ന് ശ്രദ്ധിച്ചോണം. വേറെ ഒന്നുമല്ല, പൈസ ആയിട്ട് അവൻ്റെ ഇടപെടാൻ കൊള്ളൂല, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലെയല്ല പയ്യനെന്ന് പറഞ്ഞാൽ നോക്കി സാറേ, തങ്കപ്പെട്ട പയ്യനാണ്. ഇവിടെ ആരുടെ ചോദിച്ചാൽ അവനെ പറ്റി നല്ല അഭിപ്രായം പറയുള്ളൂ. എൻ്റെ അടുത്ത് അവന് വലിയ കാര്യമാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവൻ പറഞ്ഞപ്പോഴത്തേക്കും മുന്നിൽ നിന്ന് സാറിൻ്റെ മോളെ അവൻ്റെ കല്യാണം ഞാൻ നടത്തിയത്. അത് ശരി, അപ്പൊ നീയാണത് നടത്തിയത് അല്ലേ? ഓ സാറേ, കൊന്നുകളി നോക്കിയാ നിന്നെ എടുത്തോളാം ഞാൻ, ഉറപ്പാ. ഭാസ്യങ്ങളതിന് ഞാനെന്ത് ചെയ്യാനാണെന്ന്? അവളുടെ പപ്പ പ്രശ്നക്കാരനാണെന്നേ. എനിക്കെന്ത് ഉത്തരവാദിത്വം? അങ്കിള് ജീവൻ അങ്ങളുടെ കയ്യിലാണ്, അങ്കിളെന്നെ സൂക്ഷിച്ചോ. ഇവിടെ ഇപ്പൊ അച്ഛനില്ല, ഞാൻ വിളിക്കാം. അല്ല, നമുക്ക് നേരിട്ട് കാണാം. മക്ക് പ്രശ്നം എന്ത് പറയാനാടേ, ഓരോരുത്തർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ, ഒരു സമാധാനം തരില്ലെന്ന് പറഞ്ഞ. പപ്പ എന്നോട് സംസാരിച്ചിട്ട് മര്യാദയ്ക്ക് തിരിച്ചു പോയേനെ. ഇതിനിടയ്ക്ക് ഈ ഭാസ്യങ്ങൾ എപ്പോ വന്ന്? സത്യമായിട്ട് ഞാൻ കണ്ടില്ല. കണ്ടായിരുന്ന ഈ പ്രശ്നം ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ഭാസ്യങ്ങളാ? അപ്പൊ ഭാസ്യങ്ങളും ചേച്ചിയുടെ പപ്പയും കണ്ട? ഞാൻ കണ്ട് 2 കൊടുക്കുകയും ചെയ്തു ഭാസ്യങ്ങളിന്. കാറടിച്ച് കൊല്ലാൻ നോക്കിയടാ ഇവിടെ പപ്പ. ദൈവം, ഇതൊക്കെ എപ്പോ സംഭവിച്ചു? ആന്നും പറയാൻ പറ്റത്തില്ല ചേച്ചി. ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ അനുസരിച്ച് എന്ത് കാര്യവും എപ്പോ വേണമെങ്കിലും സംഭവിക്കും. ആ ഭാസ്യങ്ങളാണ് എന്നെ വിളിച്ച് പറയാനൊന്നും ബാക്കിയില്ല. ഭാസ്യങ്ങളുടെ ജീവന് ഞാൻ സംരക്ഷണം കൊടുക്കണം. കാരണം എല്ലാ കാര്യത്തിനും കൂടാതെ കട്ട സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇനി നിന്റെ പപ്പ എടുത്തൊന്ന് വിളിച്ച് പറയട്ടെ, എന്നോടുള്ള ദേഷ്യം ഈ നാട്ടുകാർ തീർക്കില്ലെന്ന്. എനിക്കെങ്ങനെ വയ്യ പപ്പയോട് സംസാരിക്കാൻ? കൊച്ചേ, ഇതെന്തോന്ന് വെച്ചേ ഇത്? ഒരു പ്രശ്നം ഉണ്ടാക്കാതെ തന്നെ വന്ന് കണ്ടോളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തൊക്കെയാ കാണിച്ചു കൂട്ടണേ? ഇങ്ങോട്ട് വരട്ടെ കേട്ടാ പപ്പ. എന്റെ പൊന്നു നീലമ്മയായിട്ട് ഈ പ്രശ്നത്തിനൊന്നും പോരുത്. ആ പപ്പ ഒരു വിധത്തിലൊന്നും അയങ്ങിയിരിക്കുക. അതിന് ഞങ്ങളുടെ പ്രശ്നത്തിനൊന്നും വന്നില്ലല്ലോ. കൊച്ചിന്റെ പപ്പയല്ലേ ഇങ്ങോട്ട് പ്രശ്നമായിട്ട് വന്നത്. പിന്നെ ആ ഭാസ്യങ്ങളുടെ സ്വഭാവം അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. തല്ലി കൊന്നിട്ടാ പോലും ജീവൻ കടം മേടിച്ച് വന്ന് അലമ്പുണ്ടാക്കും. അങ്ങനത്തെ മനുഷ്യനെ ഭാസ്യങ്ങൾ. അമ്മ എന്നെ വിളിക്കുമ്പോ അമ്മ സംസാരിക്കും. അമ്മ എനിക്ക് വയ്യ, അമ്മ സംസാരിച്ചൊന്ന് സമാനിപ്പിക്കോ? വാ, തനങ്ങ് സംസാരിച്ചാ മതി. ഞാൻ അതും കൂടെ എന്റെ തലയിൽ എടുത്ത് വെക്ക്. അയാളുടെ വായിക്കണം മൊത്തം ഞാൻ കേക്കട്ടെ. അതാ ഭാസ്യങ്ങൾ വിളിച്ചോണ്ടിരിക്കുന്നു. നല്ല വേദന കാണും. ഞാൻ വേദന മാറുന്ന വരെ കലിപ്പ് കാണിച്ച് വിളിച്ചോണ്ടിരിക്കും. ചേട്ടാ ഫോൺ കൊടു, ഞാൻ സംസാരിക്കാം. ബെസ്റ്റ്. നീ ഭാസ്യങ്ങൾ സംസാരിക്കാൻ ഞാൻ തരുമൊന്നുമില്ല.
ഏയ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങളെ പറയേണ്ട സമയത്ത് പറയണം. ലോകത്തിൽ ഞാൻ പല കല്യാണങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഇടിയും മഴയും കൊടുങ്കാറ്റും പേമാരിയും ഒക്കെയാണ്. നോക്കണ്ട, ഞങ്ങൾ കുറിച്ചെല്ലാം നോക്കൂ. എന്തായാലും ഇനി ബാസ്യങ്ങളുടെ ചേച്ചിയുടെ പപ്പ കണ്ടു കഴിഞ്ഞാൽ കണക്കിന് കൊടുക്കും, ഉറപ്പാണ്. സത്യം പറഞ്ഞ ബാസ്യങ്ങളെക്കാളും വേറൊരു സൈക്കോ ആണല്ലോ ചേച്ചിയുടെ പപ്പ. കേശു അല്ല ചേച്ചി, ഞാൻ പറഞ്ഞൊരു ഫ്ലോയിൽ പറഞ്ഞതേ ഉള്ളൂ. നിന്റെ പങ്കാളിയല്ലേ, നീ തന്നെ പറഞ്ഞ സമാധാനിപ്പിക്കും. ആ ഒറ്റയെങ്കിൽ ഒരു കുപ്പി എടുത്തു കൊടുക്ക്, എന്നിട്ട് അതും കുടിച്ച് എവിടെയെങ്കിലും പോയി കിടന്നോളും. പിന്നെ ബാസ്യങ്ങള് മദ്യം കുടിക്കൂ? ഇല്ല, അത് ഈ കുളിക്കത്തേ ഉള്ളൂ. ഡാ അതവിടെ കിടന്ന് വല്ലടിക്കട്ടെ, എടുക്കാനൊന്നും നിൽക്കണ്ട, അപ്പൊ ഇക്കോളും. പിന്നെ അല്ലെങ്കിൽ ഞാൻ എടുക്കൊന്നുമില്ല. എൻ്റെ അടുത്ത് നിന്റെ പപ്പയടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കോണം കേട്ടല്ലോ. ഈ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് രണ്ടാമത്തെ തവണയല്ലേ ബാസ്യങ്ങൾ അടികൊള്ളണത്. ഈ പൂക്കോയെ ഇനിയും കൊള്ളും.